മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയത്തിനും ലൈബ്രറിക്കുമായി തിരികെ നൽകണം എന്ന ആവശ്യവുമായി കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ കത്തിടപാടുകളും രേഖകളും ഒരു വ്യക്തിയുടേതല്ല, ഇത് രാജ്യത്തിന്റേതാണ് എന്ന് വ്യക്തമാക്കിയ ഷെഖാവത്ത് അത് തിരികെ നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചു. മുൻപ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നറിയപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം സ്ഥാപിക്കപ്പെട്ടതാണ്. മ്യൂസിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഒരു സൊസൈറ്റി രൂപീകരിച്ചിരുന്നു, പക്ഷേ അത് ശരിയായി പ്രവർത്തിച്ചില്ല. പിന്നീട് 2023 NMML PMML എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഷെഖാവത്ത് പറഞ്ഞു. 1970 മുതൽ 90 വരെയുള്ള 20 വർഷത്തെ കാലയളവിൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട എല്ലാ അനൌദ്യോഗിക രേഖകളും മ്യൂസിയത്തിൽ എത്തിച്ചിരുന്നു. ഇതിൽ നെഹ്റു ആളുകൾക്ക് അയച്ച വ്യക്തിപരമായ കത്തുകൾ, ലഭിച്ച മറുപടികൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, കുറിപ്പുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എല്ലാ പ്രധാനമന്ത്രിമാരുടെ സമാനമായ രേഖകൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നു. ഏകദേശം 2.5 കോടി രേഖകളുണ്ട്. ഇതിൽ 4 ലക്ഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റേതാണ് എന്ന് ഷെഖാവത്ത് പറഞ്ഞു. മറ്റു പ്രധാനമന്ത്രിമാരുടെ രേഖകൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയത്തിന്റെ സ്ഥിരം സ്വത്താണെങ്കിലും നെഹ്റുവിന്റെ രേഖകൾ വായ്പയായോ സമ്മാനമായോ നൽകിയതല്ല, മറിച്ച് സുരക്ഷിതമായ സൂക്ഷിപ്പിനായി നൽകിയതാണെന്നും ഷെഖാവത്ത് വ്യക്തമാക്കി. മുൻപ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനം 2023 പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും രേഖകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഏകദേശം 2.5 കോടി രേഖകളാണ് മ്യൂസിയത്തിന്റെ ശേഖരത്തിൽ ഉള്ളത്. ഇതിൽ വലിയൊരു ഭാഗം പണ്ഡിറ്റ് നെഹ്റുവിന്റേതാണ്. 1970 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലാണ് നെഹ്റുവിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കത്തുകളും മ്യൂസിയത്തിലേക്ക് കൈമാറിയത്. മറ്റു പ്രധാനമന്ത്രിമാരുടെ രേഖകൾ പോലെ ഇവ മ്യൂസിയത്തിന്റേതല്ല. ഈ പശ്ചാത്തലത്തിലാണ് രേഖകൾ തിരികെ നൽകുകയോ മ്യൂസിയത്തിന്റെ സ്ഥിര സ്വത്തായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുകയോ വേണം എന്ന ആവശ്യവുമായി ഷെഖാവത്ത് രംഗത്തെത്തിയത്. 2008 ഏപ്രിൽ 29 നെഹ്റുവിന്റെ എല്ലാ സ്വകാര്യ കുടുംബ കത്തുകളും കുറിപ്പുകളും തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ പ്രതിനിധി MV രാജൻ മ്യൂസിയത്തിനൊരു കത്തെഴുതിയിരുന്നു. തുടർന്ന് മ്യൂസിയത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ രേഖകളിൽ നിന്ന് കുടുംബത്തിന് ആവശ്യമുള്ള കത്തുകൾ അവർക്ക് തിരികെ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 26,000 രേഖകളുള്ള 57 പെട്ടികൾ മ്യൂസിയത്തിൽ നിന്ന് എടുത്തുമാറ്റി. അവ തിരികെ നൽകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം പരിശോധിക്കാമെന്ന് സോണിയാഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും ഈ മന്ത്രിതല രേഖകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ല. ഞങ്ങൾ അവർക്ക് 2 കത്തുകൾ എഴുതിയിട്ടുണ്ട്. അവ തിരികെ നൽകാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഡിജിറ്റലൈസേഷൻ സംരംഭങ്ങളെക്കുറിച്ചും കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷണത്തെക്കുറിച്ചും ഏകദേശം 1.5 വർഷം മുൻപ് ഞങ്ങൾ ദേശീയ ആർക്കൈവ്സിൽ ഒരു ഡിജിറ്റലൈസേഷൻ മിഷൻ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം നടന്നു വരികയാണ്. അവിടെ ലക്ഷക്കണക്കിന് ഫയലുകൾ ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയും സുരക്ഷിതമാക്കുകയും ചെയ്തു. ചിലത് കയ്യെഴുത്ത് പ്രതികളാണ്, ചിലത് മരപ്പട്ടകളിലാണ്, ചിലത് സിൽക്ക് പേപ്പറിലാണ്, ചിലത് പേപ്പറിലും, ചിലതിൽ ചിത്രീകരണങ്ങളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതാൻ തുടങ്ങിയ നമ്മുടെ രാജ്യത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം സംരക്ഷിക്കാൻ ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അറിവിന്റെ സമ്പന്നമായ പൈതൃകം അടങ്ങിയ ലക്ഷക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവ ഡിജിറ്റലൈസ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജ്ഞാനഭാരത മിഷൻ ആരംഭിച്ചു. ഞങ്ങൾ ഒരു ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. ഈ മേഖലയിലെ വിദഗ്ധരെയും മറ്റു പങ്കാളികളെയും ഞങ്ങൾ ക്ഷണിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. ഡിജിറ്റലൈസ് ചെയ്ത ഉള്ളടക്കം സംഭരിക്കാൻ ഞങ്ങൾ ഒരു പോർട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആർക്കും അത് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമാനസ്.